ഹലോ ഫ്രണ്ട്സ്, സിആർ മീഡിയ ടെക്കിൻ്റെ മറ്റൊരു പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കടച്ചക്ക അഥവാ ബ്രെഡ് ഫ്രൂട്ട്. ഇത് നമുക്ക് എങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് കുക്ക് ചെയ്യാമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കടച്ചക്ക ചെട്ടിനാടാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനും കാണണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡ് ഫ്രൂട്ട് ചെട്ടിനാട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. അതിൽ അരമുറി നാളികേരം ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ചില്ലി ഒരു 6 എണ്ണം ഫ്രൈ ചെയ്തത്, അതിൻ്റെ കൂടെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കുടം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കടച്ചക്ക കട്ട് ചെയ്ത് കഴുകി ഇതേപോലെ വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളിവിടെ ഇന്ന് കടച്ചക്ക ചെട്ടിനാട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ലിറ്റർ സ്പേസ് വരുന്നൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലിപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ മഞ്ഞൾ പുരട്ടി വെച്ചിട്ടുള്ള കടച്ചക്ക ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഉപ്പിട്ടിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒന്ന് ഡ്രൈ ആയി ഇട്ട് ഓക്കെ. അപ്പോൾ അത് കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രൈ ആയി വന്നതിൽ നമ്മളൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 7 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അത് ഡ്രൈ വരുന്നവരെ കുക്ക് ചെയ്യും. അപ്പോൾ കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബബിളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിന്നെ അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി മുരിച്ച് വെക്കണം. ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. എണ്ണയുടെ ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കൂടാം. ഈ ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളിട്ട് കൊടുത്തു. ഒരു ബോൾ വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചിയാണ് നമ്മളിട്ട് കൊടുത്തത്. അത് ചതച്ചിട്ട് കൊടുക്കണം, അരിഞ്ഞിട്ടല്ല കേട്ടോ. ഇട്ട് കൊടുത്ത് നമ്മളൊരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഉള്ളി ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഈ കളറിലെത്തുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മളിട്ട് കൊടുത്തു. ആ മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിലേക്ക് നമ്മുടെ കറി ലീവ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെപ്പറിൻ്റെ ചില്ലിയുടെ എരിവ് തന്നെ മതിയാവും, വേറെ അഡീഷണൽ വേറെ ചെയ്യാനില്ല. അപ്പോൾ പെപ്പറും നമ്മൾ പെരിഞ്ജീരകവും ചേർത്തിട്ട് നമ്മൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കറി ലീവ്സ് ഇട്ടുന്ന. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മിക്സി ജാറിൽ നമ്മുടെ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ബ്രൗൺ കളറിൽ, അതിൻ്റെ കൂടെ ഇട്ട് നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ നേരിട്ട് മിക്സി ജാറിലേക്ക് മാറ്റാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുത്തത് നമ്മൾ ഫ്രൈ പാനിൽ വീണ്ടും ഇട്ടിട്ടൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. അതൊന്ന് എടുത്തിട്ട് കണ്ടോ ഈ പരുവത്തിലാണ് കിട്ടുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടച്ചക്ക അതിലിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കടച്ചക്ക. ഇനി അതിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇപ്പോൾ തന്നെ അതിൻ്റെ നല്ല ഫ്ലേവറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി എന്ന് തന്നെ പറയണം. ഇത്രയും സാധനം വേറെ നമ്മൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ വേറെ പൊടികളൊന്നും ചേർക്കണ്ട, ഇത് മാത്രം മതി. ഇത് തന്നെ ഇപ്പോൾ തന്നെ കണ്ടോ തിളച്ച് വന്നപ്പോൾ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്, കണ്ടോ നന്നായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബബിളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ കഴിക്കാത്തൊരു ഡിഷാണത്. അപ്പോൾ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കഴിച്ചു നോക്കും. ഞാൻ
ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.